പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, നമ്മൾ രാജാക്കന്മാരുടെ പഠനം അത് തുടരുകയാണ്. ഒന്ന് രാജാക്കന്മാർ 15 അധ്യായം തൊട്ട് 17 വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ ഇപ്പോൾ കാണുകയാണ്. പിന്നീട് അങ്ങോട്ട് നമ്മൾ കണ്ടത് 8 അധ്യായങ്ങളോളം ഏലിയ പ്രവാചകനെ കുറിച്ചാണ് പറയുന്നത്. വളരെ ഗൗരവമായതും പഠിക്കേണ്ടതും ധ്യാനിക്കേണ്ടതുമായ ഭാഗങ്ങളാണ് ഏലിയ പ്രവാചകനെ കുറിച്ച് സംസാരിക്കുന്നത്. സൂചിപ്പിച്ചതുപോലെ ഈ ചരിത്രങ്ങളൊക്കെ നാം വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ അത് ഇന്നത്തെ പ്രസക്തിയാണ് നാം അതിൽ കണ്ടെത്തുന്നത്. ഇന്ന് നമുക്ക് നൽകുന്ന സന്ദേശം അതെന്താണ്? എല്ലാ കാലത്തേക്കുമുള്ള സന്ദേശമാണ് തിരുവചനങ്ങൾ നൽകുന്നത്. അതുകൊണ്ട് അന്നത്തെ ഒരു ചരിത്രം അത് വിവരിച്ച് അത് വായിച്ച് അത് കേട്ട് അത് പഠിച്ച് അത് കടന്നു പോവുക എന്നതല്ല. ദൈവവചനം എന്ന നിലയിൽ അത് ഇന്നും നമ്മളോട് എന്ത് സംസാരിക്കുന്നു എന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം, ഇവിടെ രാജാവ് എന്ന് പറയുന്ന ഒരു തസ്തിക, ഒരു വ്യവസ്ഥിതി അത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് സാമൂഹ്യ പ്രവാചകൻ്റെ അടുത്ത് നമ്മുടെ ജനം വന്ന് നിലവിളിക്കുകയും മുറവിളിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ടാണല്ലോ ഈ രാജഭരണം ഉണ്ടായത്. അതുവരെ അവർക്ക് പ്രവാചകനായിരുന്നു ഉണ്ടായിരുന്നത്, സാമൂഹ്യ പ്രവാചകൻ. രാജാവ് ഒരേ ഒരു രാജാവേ ഉള്ളൂ, അത് യഹോവയാണ്. അതിൻ്റെ അപ്പുറത്തോട്ട് വേറെ രാജാവ് ഉണ്ടാവില്ല. അത് യഹോവയുടെ ജനമാണിത്. അതുകൊണ്ട് അപ്പോൾ അവരിങ്ങനെ ചുറ്റുപാടുള്ള മറ്റ് ജനതകളെ കണ്ടിട്ട് അവർക്കെല്ലാം രാജാക്കന്മാരുണ്ട്. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് മാത്രം രാജാവില്ല, ഞങ്ങൾക്കും വേണം ഒരു രാജാവ്. ശത്രുക്കളെ എതിരെ യുദ്ധം ചെയ്യാനും അവരെ കീഴ്പ്പെടുത്താനും സുരക്ഷിതത്വം കിട്ടാനും ഒക്കെ ഒരു രാജാവിന് വേണമെന്ന കാര്യം സാമൂഹ്യയുടെ എന്ന് ചോദിക്കുകയാണ്. സാമൂഹ്യൻ എന്ത് പറഞ്ഞു? സാമൂഹ്യനെ പറഞ്ഞു, വേണ്ട, നിങ്ങൾക്ക് ഒറ്റ രാജാവേ ഉള്ളൂ, അത് യഹോവയാണ്, അതിനപ്പുറത്തൊരു രാജാവില്ല. അപ്പോൾ വീണ്ടും ചടിച്ചപ്പോൾ സാമൂഹ്യൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ്, ഇതെങ്ങനെയാണ്, ഈ ജനത്തോട് എന്താ മറുപടി പറയുക? ഇപ്പം കർത്താവ് പറഞ്ഞു, അവരെ തിരസ്കരിച്ചത് നിന്നെയല്ല, അവരെന്നെയാണ് തിരസ്കരിച്ചത്. ഇതിന് രാജാവ് ഉണ്ടാവുമ്പോഴാണെങ്കിൽ വരാൻ പോകുന്ന ഭവിഷ്യത്തുകൾ വിശദീകരിച്ചു കൊടുത്തു. രാജാവ് ഇവരെയൊക്കെ അടിമകളായിട്ട് കണക്കാക്കും, കഠിനമായിട്ട് പണിയിപ്പിക്കും, ഭയങ്കരമായ നികുതി ചുമത്തും. രാജാവ് തൻ്റെ രാജകൊട്ടാരത്തിൽ വലിയ സുല്ലലോഭനായിട്ട് ജീവിക്കും, ഭയങ്കരമായ ചെലവ് വരും, അതെല്ലാം ജനം താങ്ങേണ്ടി വരും. ഇതൊക്കെ മുൻകൂട്ടി തന്നെ അങ്ങ് പറഞ്ഞു കൊടുത്തു. ഇതെല്ലാം പറഞ്ഞിട്ടൊന്നും ജനം സമ്മതിച്ചില്ല. അപ്പോൾ ദൈവം പറഞ്ഞു, അവരാഗ്രഹിക്കുന്നത് ചെയ്തു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ആദ്യത്തെ രാജാവായ സാവൂളിനെ കണ്ടെത്തുകയും സാമൂഹ്യനെ അഭിഷേകം ചെയ്യുകയും അപ്പോൾ സാവൂളിനെ ഇവിടെ ആദ്യത്തെ രാജാവായിട്ട് വാഴിക്കുകയും ചെയ്യുന്ന ചരിത്രമൊക്കെ നമുക്കറിയാം. പിന്നീട് അങ്ങോട്ട് സാവൂളിൻ്റെ പോക്ക് വഴിതെറ്റിപ്പോയപ്പം ദുരാത്മാവ് സാവൂളിനെ ബാധിക്കുകയും അങ്ങനെ ദാവീദിനെ കൊല്ലാൻ ശ്രമിക്കുകയും അവസാനം ഫിലിസ്തീനുള്ള യുദ്ധത്തിൽ ആത്മഹത്യ ചെയ്യുകയും ചെയ്യേണ്ട അവസ്ഥയിലേക്ക് സാവൂൾ പോയി. വഴിവിട്ട് പോയി കഴിഞ്ഞാൽ ചെന്നെത്തി നിൽക്കുന്നതാണ് സാവൂളിൻ്റെ അന്ത്യം. എങ്കിലും അവർക്ക് പ്രിയപ്പെട്ടയാളായിരുന്നു സാവൂൾ രാജാവ്. അങ്ങനെ രാജഭരണം ഇങ്ങനെ തുടർന്നു വരികയാണ്. അപ്പം ദാവീദിനെ തുടർന്ന് സോളമൻ വരുന്നു. മനോഹരമായ രീതിയിൽ വിജ്ഞാനത്തിൻ്റെ നിറകുംഭമായി ഒക്കെ വന്ന് ആദ്യഘട്ടങ്ങളിലൊക്കെ ഭംഗിയായിട്ട് പോയ ആൾ അവസാനം മുഴുവൻ അധപ്പതിച്ചു. കാരണം അദ്ദേഹം രാജ്യതന്ത്രജ്ഞതയ്ക്ക് വേണ്ടി വിഗ്രഹാരാധകരായ മക്കളെ കല്യാണം കഴിച്ചു. ധൈർ രാജാവിൻ്റെ മകളാണ്. അങ്ങനെയുള്ള മക്കളെ കല്യാണം കഴിച്ച് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വേണ്ടി അവരുടെ ആരാധനയ്ക്ക് യോഗ്യമായുള്ള ആരാധനാലയങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ യഹോവയോടുള്ള ശ്രദ്ധ ആളുകളുടെ തകർന്നുപോയി. ദൈവം ശിക്ഷിച്ചു. എൻ്റെ അപ്പനെ ഓർത്ത് ഞാൻ എന്നിൽ നിന്ന് രാജ്യം തിരിച്ചെടുക്കുകയെല്ലാം പറഞ്ഞതാണ്. പിന്നീട് നിൻ്റെ പുത്രൻ്റെ രാജ്യം തിരഞ്ഞെടുക്കുമെന്ന് പറഞ്ഞാണ്. റഹോബോവാമിൻ്റെ കാലഘട്ടങ്ങളിൽ ഭിന്നതയുണ്ടായി, രാജ്യം രണ്ടായിട്ട് പിളർന്ന് വടക്കൻ ഇസ്രായേൽ രൂപം കൊള്ളുകയും പിന്നെ യൂദായും ബെഞ്ചമിനും ചേർന്ന് ഒന്നായിട്ട് തീരുകയും ചെയ്യുന്നു. ഇവിടെയാണ് നമ്മളിപ്പോൾ തുടരാൻ പോകുന്ന ഭാഗം. അവിടെ സോളമന് കാലശേഷം ഉണ്ടായ, അതായത് റഹോബോവാമിൻ്റെ പുത്രനായ ഒരു രാജാവിനെ കുറിച്ചാണ് ആദ്യം പറഞ്ഞു വരുന്നത്. അബിയ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അബിയ എന്ന് പറഞ്ഞാൽ എൻ്റെ പിതാവ് യാവെ, പേരിനർത്ഥം അങ്ങനെ തന്നെയാണ്. അതാണ് പിന്നീട് രാജാവായിട്ട് തീരുന്നത്. അപ്പോൾ
ആരെക്കുറിച്ചും പറയുന്ന പ്രധാനപ്പെട്ട കാര്യം കർത്താവിനോട് വിശ്വസ്തത പാലിച്ചോ ഇല്ല എന്നുള്ള ഒറ്റ ക്രൈറ്റീരിയനെ അവിടെയുള്ളൂ. അബിയ കർത്താവിന് വിശ്വസ്തത പാലിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അങ്ങോട്ട് ചുരുക്കുകയാണ്. അപ്പോൾ തന്നെയല്ല, നിരന്തരം ജെറോബുമായിട്ട് യുദ്ധത്തിനും അദ്ദേഹം പൊക്കാനിടയായി. 3 വർഷമേ അദ്ദേഹം ഭരിച്ചുള്ളൂ. അബിയ. അപ്പോൾ 2 ലൈൻ രാജാക്കന്മാർ അങ്ങ് ഉണ്ടാവുകയാണ്. ഇപ്പോൾ പരസ്പരം യുദ്ധം ചെയ്യണം. ഒരേ കുടുംബത്തിൻ്റെ 2 സഹോദരങ്ങൾ തമ്മിൽ നിരന്തരമായ യുദ്ധത്തിലേക്ക് വരുന്ന ചിത്രമാണ് രാജാക്കന്മാർ ചരിത്രം നമുക്ക് കാണാൻ പോകുന്നത്. ബethേലിൽ നിന്ന് ഏതാണ്ട് 8 കിലോമീറ്ററും അകലെയാണ് സെമറയീം എന്ന് പറയുന്ന സ്ഥലം. സെമറയീം എന്ന സ്ഥലം അതൊരു മലയാണ്, സമറിയ അല്ല. അപ്പോൾ അബിയായുടെ പ്രസംഗത്തിൽ ഇസ്രായേലിൻ്റെ അവിശ്വസ്തതയും യൂദായുടെ വിശ്വസ്തതയൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. ഇസ്രായേലിൻ്റെ അവിശ്വസ്തത എന്താണ്? അവർ സ്വാഭാവികമായിട്ടും അവരുടെ വിഗ്രഹങ്ങൾ നിർമ്മിച്ചു. അഹ്റോൻ്റെ പരമ്പരയിൽപ്പെട്ട ലേവി ഗോത്രത്തിൽ നിന്നുള്ള പുരോഹിതന്മാരെ മാറ്റി നിർത്തിയിട്ട് അവർക്ക് അവരുടേതായ രീതിയിൽ രാജ്യസേവ ചെയ്യുന്നവരിൽ നിന്ന് പുരോഹിതന്മാരെ വാഴിച്ച്, അപ്പം അങ്ങനെ തന്നെ ഒരു ശരിയായ ഒരു പാത, ദൈവികമായൊരു പാതയുണ്ടായെന്ന് അവർ തകർത്ത് കളഞ്ഞു. എന്നാൽ അതേ സമയത്ത് യൂദായുടെ വിശ്വസ്തതയ്ക്ക് അടയാളമായ അഹ്റോൻ്റെ ഗോത്രത്തിൽ നിന്ന് തന്നെ പുരോഹിതന്മാർ വരികയും അവർ തുടരുകയും അർപ്പണബോത്ര നിയമാനുസൃതമായിട്ട് ബലിയർപ്പിക്കുകയും ചെയ്തു വന്നിരുന്നു എന്ന് എടുത്ത് കാണിക്കുന്നുണ്ട്. വിശ്വസ്തതയുടെ ഒരു അടയാളമായിട്ട് അതൊക്കെ എടുത്ത് കാണിക്കുന്നു. അപ്പോൾ കർത്താവാണ് ഞങ്ങളുടെ ദൈവം, ദൈവമാണ് ഞങ്ങളുടെ നായകൻ എന്നിങ്ങനെയുള്ള പ്രസ്താവനകളെയൊക്കെ കർത്താവിനെ ആശ്രയിച്ചുകൊണ്ടാണ് യൂദാ യുദ്ധത്തിന് പോലും ഇറങ്ങുന്നതെന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. ഒരു വിധത്തിൽ പറഞ്ഞാൽ താത്വികമായിട്ടെങ്കിലും യഹോവയെ അംഗീകരിക്കുന്ന രീതിയിലേക്ക് യൂദാ പോകുമ്പോൾ നേരെ തിരിച്ച് അവിടെ നിന്നൊക്കെ ഒത്തിരി അകന്ന മറ്റൊരു ജീവിത രീതിയിലേക്ക് യെറൊബോമാവിൻ്റെ വടക്കൻ ഇസ്രായേൽ നീങ്ങുന്ന നാം കാണുക. അപ്പോൾ യുദ്ധത്തിൻ്റെ വിവരണം മുഴുവൻ കർത്താവിനുള്ള വിശ്വസ്തതയുടെ പ്രഖ്യാപനം. വിശ്വസ്തതയോ അവിശ്വസ്തതയോ, ഇതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈറ്റീരിയം. അപ്പോൾ അതുകൊണ്ട് കർത്താവിനുള്ള വിശ്വസ്തത അത് പാലിക്കാൻ പ്രേരിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് വിശുദ്ധ ഗ്രന്ഥകാരൻ ഇതിങ്ങനെ രൂപീകരിച്ചിരിക്കുന്നത്. അതായത് വിശുദ്ധ ഗ്രന്ഥകാരൻ പരിശുദ്ധാത്മാ പ്രേരിതനാണ്. ഈ കാര്യങ്ങളൊക്കെ എഴുതി വിവരിച്ച് പോകുമ്പോൾ കേൾക്കുന്ന കേൾവിക്കാർ, അല്ലെ വായിക്കുന്ന വായനക്കാർ, അല്ലാതെ കൈമാറ്റം അല്ലെ സ്വീകരിക്കുന്നതായ ദൈവജനം അവരുടെ ജീവിതത്തിൽ ഈ വിശ്വസ്തത പാലിച്ചില്ലെങ്കിൽ ഉണ്ടാകാവുന്ന അപകടങ്ങളെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥകാരൻ മുൻകൂട്ടിയും അറിയിക്കുകയാണ്. പിന്നീടുന്ന രാജാവാണ് ആസ എന്ന് പറയുന്ന രാജ. ആസ എന്ന് പറയുന്ന ആൾ പേരിൻ്റെ അർത്ഥം ദൈവം നൽകി, അല്ലെങ്കിൽ ദൈവം സൗഖ്യദായകനാണ് എന്നാണ് വാക്കിൻ്റെ അർത്ഥം. ദാവീദിനേക്കാൾ 1 വർഷം കൂടി കൂടുതൽ ഭരിക്കുക, 41 വർഷം അദ്ദേഹം ഭരിക്കുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് വലിയ കുറ്റമൊന്നും അദ്ദേഹത്തെ ആരോപിച്ച് കാണുന്നില്ല. അവിശ്വസ്തത കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ദാവീദിനെ പോലെ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ സേവിച്ചു എന്ന് പറയുന്നുണ്ട്. വിശ്വസ്തത പുലർത്തി. അതുപോലെ തന്നെ അദ്ദേഹം നിർമ്മിച്ച ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന വിഗ്രഹ അർപ്പണ ഭാഗങ്ങളെല്ലാം തകർത്ത് തരിപ്പണമാക്കി, ഒക്കെ ഇല്ലാണ്ടാക്കി, ഒക്കെ ഈ പറയുന്ന റഹോബോവാം ആരംഭിച്ച ആൺവേശ്യ സമ്പ്രദായമുണ്ട്, അദ്ദേഹം അതൊക്കെ നിർത്തലാക്കി. പിന്നെ മഹാറാണി മാഖ എന്ന് പറയുന്ന വ്യക്തി അവരെ വിഗ്രഹാരാധനയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ആ മഹാറാണി സ്ഥാനഭ്രഷ്ടയാക്കി. അപ്പോൾ അന്ന് ഭാഷ എന്ന് പറയുന്ന, അതായത് ഇസ്രായേൽ രാജാവായ ഭാഷ എന്ന് പറയുന്ന ആളിന് എതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി സിറിയയുമായിട്ട് അടുത്തു. സിറിയയ്ക്ക് സ്വർണവും ദേവാലയത്തിലെ വെള്ളിയും ഒക്കെ കൊടുത്ത് അദ്ദേഹത്തിനെ കൂട്ടുപിടിച്ച് അങ്ങനെ വടക്കൻ ഇസ്രായേലിൻ്റെ രാജാവുമായിട്ട് യുദ്ധം ചെയ്യാനായിട്ട് ഒരുങ്ങി. അപ്പോൾ സിറിയ പെട്ടെന്ന് വടക്കൻ ഇസ്രായേലിലെ ബന്ധം വിച്ഛേദിച്ച് ഇവരുടെ കൂടെ കൂടുകയും അവരുടെ ഭാഗങ്ങൾ കുറേയൊക്കെ ആക്രമിച്ച് കീഴടക്കുകയും ചെയ്തപ്പോൾ ഭാഷ പിൻവാങ്ങുകയും ഈ അപകടത്തിൽ മാറുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് 3-4 കാര്യങ്ങൾ 41 വർഷം ഭരിച്ച ആളിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യത്തെ 10 വർഷങ്ങൾ നവീകരണത്തിൻ്റെതായിരുന്നു. അതായത് ഏറ്റെടുക്കുന്ന സാഹചര്യങ്ങളിൽ നിലനിന്നിരുന്ന, അതിന് മുമ്പ് ഭരിച്ചിരുന്ന ആൾക്കാർ തെറ്റായ രീതിയിൽ ക്രമീകരിച്ച് വെച്ചിരുന്ന കാര്യങ്ങളൊക്കെ തിരുത്തുക, അതിനാണ് നവീകരണം എന്ന് പറയും. എത്യോപ്യൻകാരനായ ഷേറായുടെ ആക്രമണം വരുന്നതാണ് മറ്റൊരു കാര്യം എടുത്ത് പറയും ഈ കാലഘട്ടത്തിൽ. മറ്റൊന്ന് രണ്ടാമത്തെ മതനവീകരണം. അപ്പോൾ ഇസ്രായേലുമായിട്ട് യുദ്ധം. ഇങ്ങനെ 3-4 കാര്യങ്ങളാണ് ഇദ്ദേഹത്തിന് 41 വർഷത്തെ കാര്യം പറയുമ്പോൾ എടുത്ത് പറയുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ ആദ്യത്തെ 10 വർഷം സമാധാനമുള്ളതായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം ദിനവൃത്താന്തത്തിലും കൂടെ വിവരിക്കുന്നുണ്ട്, മുഴുവൻ പൂർണ്ണമായിട്ടല്ലെങ്കിൽ പോലും.
പാരലായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള ഇന്നത്തെ ഭരണകർത്താക്കൾക്ക് മാർഗദർശനമായിട്ട് കിടക്കുന്ന കാര്യമായിരുന്നു. അതായത് സത്യവും നീതിയും നന്മയും അത് വിട്ടിട്ട് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി രാജാധികാരം വിനിയോഗിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭരണാധികാരം വിനിയോഗിച്ച് കഴിഞ്ഞാൽ അത് എത്തി നിൽക്കുന്ന നാശത്തിലേക്കായിരിക്കുമെന്ന് ശരിക്കും ഒരു നല്ല സൂചന എല്ലാ ഭരണകർത്താക്കൾക്കും നൽകുന്നതാണ് ഈ ഭാഗങ്ങൾ. അപ്പോൾ ജെറുസലേമിൽ നിന്ന് 80 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറ് മരേശയിൽ വെച്ച് ആസ സേറ എന്നയാളിനെ നേരിട്ടു. അത് അദ്ദേഹം അവിടെ വിജയിച്ചു. കാരണം കർത്താവ് വിജയം നൽകി എന്നാണ് അവിടെ പറയുക. അപ്പോൾ പ്രവാചക പ്രവചന ആശയെ കൂടുതൽ നവീകരണത്തിന് പ്രേരിപ്പിച്ചു. പ്രവാചകന്മാരുടെ ദൗത്യം അറിയാമല്ലോ. അതായത് രാജഭരണത്തെ നേരെ മുൻപോട്ട് കൊണ്ടുപോവുക, നന്മ ചെയ്യുകയാണെങ്കിൽ പ്രോത്സാഹിപ്പിക്കുക, തിന്മയാണെങ്കിൽ തിരുത്തുക, ശാസിക്കുക. ഇതൊക്കെ പ്രവാചക ധർമ്മം എന്ന് പറയും. അന്ന് ഇസ്രായേൽ നിലനിന്നിരുന്ന വലിയൊരു വ്യവസ്ഥിതിയാണ്. ഇന്നും അതുപോലെ തന്നെയാണ്. സഭയിലാണെങ്കിൽ സഭയുടെ ഭരണം നടത്തുമ്പോൾ സഭയുടെ അധികാരികൾ കാനൂൻ നിയമം അനുസരിച്ച് കാര്യം മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൽ വീഴ്ചയുണ്ടായാൽ അത് തിരുത്താനുള്ള ഉൾപ്രേരണ വരുന്നത് ദൈവശാസ്ത്രജ്ഞന്മാരുടെ ഇടപെടലുകളാണ്. പ്രവാചക ഗണത്തിൻ്റെ തുടർച്ചയാണ് വാസ്തവത്തിൽ സഭയും ദൈവശാസ്ത്രജ്ഞന്മാരെന്ന് പറയും. അതായത് പലപ്പോഴും അന്ധവിശ്വാസങ്ങളൊക്കെ മാറ്റി നിർത്താനും കുമിഞ്ഞു കൂടുന്നതായ തെറ്റിദ്ധാരണയൊക്കെ തിരുത്താനും ഓരോ ഘട്ടങ്ങളിലും ശരിയായ പ്രചോദനം അധികാരികൾക്ക് നൽകുന്ന ആളുകൾ ദൈവശാസ്ത്രജ്ഞന്മാരാണ്. വത്തിക്കാൻ കൗൺസിൽ കൊണ്ടുവന്ന വലിയ മാറ്റം അതുവരെ ഉണ്ടായിരുന്ന 23-ാം ജോൺ മാർപ്പാപ്പ കഥകളെല്ലാം തുറന്നിട അകത്തേക്ക് ശുദ്ധമായി പ്രവേശിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിച്ചപ്പോൾ അതിനെല്ലാം പിന്നിൽ നിന്നിരുന്നത് തെയ്യാറ്റ ശരദയൻ പോലെയുള്ള വലിയ ദൈവശാസ്ത്രജ്ഞന്മാരാണ്. അദ്ദേഹത്തിനൊക്കെ ചിന്തകളൊക്കെ അവിടെ ആഞ്ഞടിച്ചത്. അപ്പോൾ അവർ ഇങ്ങനെ സഭയിൽ ഇങ്ങനെ ആയിരക്കണക്കിന് ദൈവശാസ്ത്രജ്ഞന്മാരുണ്ട്. അവർ ഓരോ കാലഘട്ടങ്ങളെയും ശരിക്കും വിവേചിച്ചറിയുകയും അതിൻ്റെ സയൻസ് അതൊക്കെ എടുത്ത് വ്യാഖ്യാനിക്കുകയും ചെയ്തുകൊണ്ട് അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ ഇന്ന തിരുത്തുകൾ വരുത്തേണ്ടതാണ്, ഇന്നൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടതാണെന്നുള്ള ശരിയായ പ്രചോദനവും അതിനുള്ള വഴികാട്ടലും നടത്തുന്നതും സഭയിൽ അങ്ങനെ തന്നെയാണ്. സഭയുടെ ഭരണ നിർവഹണ സമിതി അവരൊരു രീതിയിൽ അങ്ങ് മുമ്പോട്ട് പോകുമ്പോൾ ചെയ്യേണ്ട രീതി ചെയ്യാതിരിക്കുകയും ചെയ്യരുതാത്ത ചെയ്യുകയും ചെയ്യുമ്പോൾ ദൈവശാസ്ത്രജ്ഞന്മാരുടെ ചുമതലയാണ് തിരുത്തുക എന്നുള്ളത്. നല്ലത് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുകയും തെറ്റ് കണ്ടാൽ തിരുത്തുകയും ചെയ്തല്ല. ഇന്നും നമ്മുടെ സഭയിലെ വലിയൊരു റോള് ദൈവശാസ്ത്രജ്ഞന്മാർ ഉണ്ട് എന്ന കാര്യം അത് അവരാണ് വഴി തെളിക്കേണ്ടത്. തിരുധാരണ മാറ്റേണ്ടത് മനുഷ്യൻ്റെ അജ്ഞത ആയി മാറ്റിയെടുത്തിട്ട് ശരിയായ രീതിയിൽ ആ ആധികാരിക ശ്ലൈഹിക പ്രബോധനത്തെക്കുറിച്ച് പഠനം. അവരുടെ പണി എന്താണ്? ശ്ലീഹന്മാരുടെ പ്രബോധനമാണ് അടിത്തറയായിട്ട് നിൽക്കുന്നത്. സഭയുടെ അടിത്തറ എന്ന് പറയുന്നത് അതാണ്. ആ ശ്ലൈഹിക പ്രബോധനത്തിൽ വെള്ളം ചേർക്കുകയോ അതിനെതിരായിട്ട് പോവുകയോ ചെയ്യുന്ന ഭരണാധികാരി ഉണ്ടെങ്കിൽ തിരുത്തേണ്ടതാണ്. അങ്ങനെയൊക്കെ ഉണ്ടാകാം. അപ്പം നമുക്ക് അടിസ്ഥാനപരമായി വ്യക്തതയുള്ള പ്രബോധനമുണ്ട്. ഈശോമിശിഹായുടെ മനുഷ്യാവതാരവും പീഡാസഹനവും കുരിശുമരണവും ഉത്ഥാനവും ദൈവാത്മാവും അനുതാപവും പാപമോചനവും സഭയുടെ മുൻപോട്ടുള്ള യാത്രയും പിന്നീട് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവും ഇതൊക്കെ അന്ത്യവിധിയുമൊക്കെ അത് അടിസ്ഥാന പ്രബോധനങ്ങളാണ്. ഈ പ്രബോധനങ്ങൾ വേറിട്ട് നിൽക്കാൻ പാടില്ല. ഈ പ്രബോധനം അടിയുറച്ചുകൊണ്ട് പാദങ്ങൾക്ക് വിളകായ വചന ഉപാസനയിലൂടെ വെളിച്ചം ലോകത്തിന് പ്രദാനം ചെയ്യാനാണ് ദൈവം നമ്മെ വിട്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ വെളിച്ചത്തിന് പകരം നമ്മുടെ ജീവിതം കൊണ്ട് ഇരുട്ടാ വരുന്നതെങ്കിൽ അതിനെ തിരുത്തിയെടുക്കാനുള്ള ചുമതലയാണ് ഇന്നത്തെ പ്രവാചക ഗണം എന്ന് പറയാവുന്ന ദൈവശാസ്ത്ര സമൂഹത്തിനുള്ളത്. അവരെ നിർവഹിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അങ്ങനെയാണല്ലോ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. എപ്പോഴും എല്ലാ സുനകദോസുകളിലും അതിന് മുമ്പ് ദൈവശാസ്ത്ര പഠനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കും. അത് വളരെ ഗൗരവമായ കാര്യം. ഇപ്പോൾ ആദ്യത്തെ 10 വർഷം വളരെ ഭംഗിയായ രീതിയിൽ നവീകരണമൊക്കെ നടത്തി. പിന്നീട് ഉടമ്പടിയുടെ നവീകരണം നടത്തി. പലപ്പോഴും അങ്ങനെ വിശ്വാസപ്രമാണം നാം പലപ്പോഴും ഏറ്റുചൊല്ലുകയും എടുത്തു കാണിക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ കാരണം അതൊരു നവീകരണം, ഉടമ്പടിയുടെ നവീകരണമാണ്. അപ്പോൾ അവിടെ ഒരു ഉടമ്പടിയുടെ നവീകരണം നടത്തി. ആ ഉടമ്പടിയാണ് ലംഘിച്ചത് മറ്റ് രാജാക്കന്മാർ. നവീകരണം നടത്തി. അപ്പോൾ ആ വീഴ്ചയെ എടുത്തു കാണിച്ചു. പിന്നെ അത് തന്നെയെല്ലാം ആ ഒരു തെറ്റിനെയൊക്കെ പാഷായുടെ തെറ്റിനെയൊക്കെ എടുത്ത് ചൂണ്ടിക്കാണിച്ചും ഹനനീയ എന്ന പ്രവാചകനം തെറ്റുകളെല്ലാം ചൂണ്ടിക്കാണിച്ചു. പക്ഷേ അത് പശ്ചാത്തപിക്കാതെ കോപിച്ച് അയാളെ തടവിലാക്കുക ചെയ്തു. അവസാനം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഇതേ രാജാവ് തന്നെ എല്ലാം ഭംഗിയായിട്ട് കൊണ്ടുപോയെങ്കിലും ഏറ്റവും അവസാനം സിറിയയെ കൂട്ടുപിടിച്ചതും അതനുസരിച്ച് മുമ്പോട്ട് ഇസ്രായേലിൻ്റെ ദൈവത്തിൽ നിന്ന് കൂടുതൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്ത് കണ്ടപ്പം ആ പ്രവാചകൻ കട്ടിയായിട്ട് വിമർശിച്ചു, തെറ്റിദ്ധരുത്തിയപ്പം ഇദ്ദേഹം കോപിഷ്ഠനായി ഇദ്ദേഹത്തെ ദൈവത്തിൽ ആശ്രയിക്കാതെ മറ്റു തന്നെ ആശ്രയിച്ചതിനെ കുറ്റപ്പെടുത്തിയപ്പോൾ ആ പ്രവാചകൻ പറഞ്ഞനുസരിച്ച്
തെറ്റ് തിരുത്തുകയല്ലേ ചെയ്തത്. നാത്താൻ പ്രവാചകൻ പ്രവചിച്ചപ്പോൾ അടുത്തു വന്ന് നിന്ന് പ്രവാചകൻ്റെ കാലെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അനുതപിച്ച് പാപമോചനം കിട്ടാൻ വേണ്ടി നിലവിളിച്ചപേക്ഷിച്ച് ദാവീദിനെ പോലെ ആയിരുന്നില്ല ഈ ആസ എന്ന് പറഞ്ഞ രാജാവ് ഈ പ്രവാചകനെ തടവിലാക്കുക ചെയ്തു. തന്നെയിൽ അദ്ദേഹം രോഗിയായിട്ട് തീർന്നപ്പോൾ കൂടുതലായിട്ടും ദൈവത്തിൽ ആശ്രയിക്കാതെ വൈദ്യശാസ്ത്രത്തിൽ മാത്രം ആശ്രയിച്ചു. അപ്പം അതുകൊണ്ട് ആ വൈദ്യശാസ്ത്രത്തിൽ ആശ്രയിക്കരുതെന്ന് പറയുന്നില്ല. രോഗാവസ്ഥയിൽ ഒരേ സമയം തന്നെ എല്ലാ വൈദ്യശാസ്ത്രത്തിൻ്റെയും ഉടമ ദൈവം തന്നെയാണ്. അപ്പം അതുകൊണ്ട് ദൈവശാസ്ത്രം അല്ല വൈദ്യശാസ്ത്രം ഉപയോഗിക്കുമ്പോൾ തന്നെ അതിനകത്ത് ദൈവികമായിട്ടുള്ള ചിന്തകൾ കൂടി ഉണ്ടെങ്കിലേ ആ ചികിത്സ ഫലപ്രദമാകുകയുള്ളൂ. അപ്പം അതുകൊണ്ട് പ്രവാചക ദൗത്യം എന്ന് പറയുന്നത് എല്ലാ കാലഘട്ടങ്ങളിലും ദൈവത്തിൻ്റെ ജനത്തിന് അനിവാര്യമായ ഒരു കാര്യമാണ്. ഇവിടെ ഈ വലിയ രാജാവിനെ തിരുത്തുന്ന കാണും. അപ്പം അന്നത്തെ പ്രവണത ഇന്നും ഉണ്ട്. അതായത് പ്രോത്സാഹനങ്ങൾ കേൾക്കുമ്പോൾ സന്തോഷിക്കുകയും അംഗീകരിക്കുകയും അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ എടുത്ത് സ്വാഭാവികമായിട്ടും സ്തുതിപ്പുകൾ ആളുകളെ പ്രത്യേകിച്ച് അധികാരത്തിലിരിക്കുന്നവരെ വാഴ്ത്തിപ്പാടാനായിട്ട് ഒരു സ്തുതിപാഠക സംഘം എല്ലാ കാലത്തും എല്ലായിടത്തും ഉണ്ടാകും. അത് സ്വാഭാവികമാണ്. എല്ലാ ഭരണതലത്തിലുമുണ്ട്. അത് രാഷ്ട്രീയത്തിൽ മാത്രമല്ല, അത് സഭയിലുമുണ്ട്. സ്തുതിപാഠക സംഘം എന്ന് പറയും. അപ്പം അവരെപ്പോഴും നന്മ മാത്രമേ പറയുള്ളൂ. വാസ്തവത്തിൽ അധികാരികളെ അന്ധരാക്കുകയാണ് ചെയ്യും. യഥാർത്ഥത്തിൽ തെറ്റിപ്പോകുന്ന കാര്യം ചൂണ്ടിക്കാണിക്കില്ല. ചൂണ്ടിക്കാണിച്ചാൽ അനിഷ്ടമുണ്ടായേക്കെന്ന് വിചാരിച്ചു. അതായത് ഇഷ്ടപ്പെടാത്ത അപ്രിയ സത്യങ്ങളെ പറയുന്നതിന് ഒരുപക്ഷെ അതിന് അത്രയും ധൈര്യമുണ്ടാവില്ല. അതേസമയത്ത് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കാര്യങ്ങൾ പറയുകയും അതനുസരിച്ച് മുതലെടുക്കുകയും നല്ല കാര്യമാണെന്ന് പറഞ്ഞതും ഇദ്ദേഹത്തിൻ്റെ കൂടിയാണ് ഇദ്ദേഹത്തിന് വേണ്ട ആനുകൂല്യങ്ങൾ നൽകി അംഗീകാരം നൽകുകയൊക്കെ ചെയ്യുന്ന ഭരണ രീതികൾ ഇത് രാഷ്ട്രീയത്തിൽ മാത്രമല്ല സഭയിലും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ആളുകളെ മനസ്സിലാക്കാതെ ആളുകളെ ശരിക്കും ധരിക്കാതെയൊക്കെ അങ്ങനെയാണ് നിയമനങ്ങളൊക്കെ നടക്കുക പലപ്പോഴും സംഭവിക്കും. ശരിയായ രീതിയിൽ വ്യക്തികളെ പഠിക്കാതെ നമ്മുടെ താല്പര്യം മാത്രം നോക്കി അധികാരത്തിലിരിക്കുന്ന ആൾ താല്പര്യം നോക്കിയിട്ട് വ്യക്തിയുടെ സത്യസന്ധതയോ നീതിബോധമോ ഒന്നും അത് അന്വേഷിക്കുകയോ പഠിക്കുകയോ ചെയ്യാതെ അവരെ അധികാര സ്ഥാനത്തിലൊക്കെ ഇരുത്തി കഴിയുമ്പോൾ ഉണ്ടാകുന്ന തിരിച്ചടികൾ നേരിട്ട് കൊണ്ടാണിരിക്കുന്നത് സഭയിലാണെങ്കിൽ തന്നെയും. അപ്പം അതുകൊണ്ട് എല്ലാ കാലത്തും സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇവിടെ ഈ ആസ എന്ന് പറയുന്ന രാജാവ് അവസാന കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തെ തിരുത്താനായിട്ട് ഹനനിയ പ്രവാചകൻ ചെന്നപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹത്തെ തടവിലാക്കുകയാണ് ചെയ്തത്. അപ്പോൾ വിമർശനമൊക്കെ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ പിന്നെ തെറ്റിൻ്റെ കൂമ്പാരമായിരിക്കും. അത് വിമർശനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മുഖം ചുളിക്കേണ്ട കാര്യമില്ല. വിമർശനങ്ങൾ ഉണ്ടായെങ്കിൽ മാത്രമേ തെളിമയോടെ സമൂഹത്തെ കൊണ്ടുപോകാൻ തിന്മ അല്ലെങ്കിൽ കണ്ടമാനം പെരുകും. വിമർശനമില്ലാത്തൊരു സമൂഹത്തിൽ തിന്മ ഭയങ്കരമായി വരും. അപ്പം പലപ്പോഴും നമ്മൾ ചില സാഹചര്യങ്ങൾ ചിന്തിച്ചു പോകും. ഒരടിസ്ഥാനമില്ലാത്ത വിമർശനങ്ങൾ പറയുമ്പം ഇങ്ങനെയൊക്കെ പറയാവോ നമ്മൾ ചിന്തിച്ചു പോകാറുണ്ട്. ചിലപ്പോൾ ഒരു അടിസ്ഥാനവും കാണില്ലായിരിക്കും. സഭയുടെ അധികാര സീമയിലിരിക്കുന്ന ആൾക്കാരുടെ പ്രവർത്തികളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കഠിനമായി വിമർശിക്കുന്ന രീതിയാണ് ഇന്നുള്ളത്. അത് വളരെ മോശമായ രീതിയിൽ ചിലപ്പോൾ പറഞ്ഞു എന്ന് വരും. വളരെ താഴ്ത്തിക്കെട്ടിയും പരിഹസിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ട് വരും. അങ്ങനെയൊക്കെ വരും. അങ്ങനെയൊക്കെ ഉണ്ടാകട്ടെ. അങ്ങനെ ഉണ്ടാകുമ്പോൾ ആണെങ്കിൽ തന്നെയും നമ്മൾ ശരിക്കും ഒരു ആത്മശോധനയ്ക്കുള്ള പ്രേരണയാണ് അവിടെ ഉണ്ടാകേണ്ടത്. ആത്മശോധന ചെയ്യുമ്പോൾ നമ്മുടെ ഭാഗത്ത് വീഴ്ചയില്ല എങ്കിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സ്തുതിക്കാനും കഴിയണം. വീഴ്ചയുണ്ടെങ്കിലോ അനുതാപത്തോടെ തിരുത്താൻ കഴിയണം. അപ്പം അതുകൊണ്ട് എല്ലാ കാലഘട്ടങ്ങളിലും വിമർശനം ആവശ്യമാണ് എന്നുള്ള കാര്യം അധികാരികൾ അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ആത്യന്തികമായ കാര്യം അത് ദൈവത്തിൻ്റെ നന്മയാണ്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ അവിടുത്തെ അന്വേഷിച്ചാൽ കണ്ടെത്തും എന്ന് ആ പ്രവാചകൻ്റെ പ്രവചനം. നിങ്ങൾ അന്വേഷിച്ചാൽ കണ്ടെത്തും. അപ്പോൾ ദൈവത്തെ അല്ലെങ്കിൽ മറച്ചു നിർത്തിക്കൊണ്ടുള്ള യാത്ര ഒരിക്കലും ആരോഗ്യപരമായ കാര്യമല്ല. പ്രാക്ടിക്കൽ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴും നമ്മളത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്. അതായത് സത്യസന്ധത നമ്മുടെ ഹൃദയത്തിൽ നമുക്കറിയാമല്ലോ സത്യം ഏതാണ് എന്നുള്ള കാര്യം. അതിനനുസരിച്ചാണ് നീങ്ങേണ്ടത്, നിലപാടുകൾ എടുക്കേണ്ടത്. അങ്ങനെയാണ്. അല്ലാതെ ഇന്ന ആളിന് അപ്രീതി ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചുള്ള നിലപാടല്ല എടുക്കേണ്ടത്. അധികാരത്തിലിരിക്കുന്ന ആൾ അപ്രീതി ഉണ്ടാവുമല്ലോ അതുവഴിച്ച് ഒന്നും മിണ്ടാതിരിക്കുക പറയാം. അങ്ങനെയാണ് സഭയിൽ എപ്പോഴും കാണുക. മിണ്ടാതിരിക്കുക. നമുക്കെന്താ ചെയ്യണം? എന്തെങ്കിലും നടക്കട്ടെ. ഞാൻ വല്ലതും പറഞ്ഞാൽ പിന്നെ അതിൻ്റെ പേരിൽ എന്നെ കുറ്റക്കാരനാക്കും എന്നൊക്കെ ചിന്തിക്കുന്ന തെറ്റാണ്. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയേണ്ട പോലെ പറയുക എന്നുള്ളത് അത് ആത്മാവ് നമുക്ക് നൽകുന്ന പ്രചോദനമാണ്. പറയുന്ന ആരോടും ഏതെങ്കിലും തെറ്റ് വിരോധം കൊണ്ടല്ല. പറഞ്ഞതിന് ശേഷം ആശയം കൊണ്ടാണ് എതിർക്കുന്നത്, വ്യക്തിയല്ല. പറയുമ്പോൾ ഒരു വ്യക്തിയെയും തേജമൊന്നും ചെയ്യാൻ പാടില്ല. ആരെയും തേജയും താഴ്ത്തിക്കെട്ടാനും പാടില്ല. പറയുന്ന വിമർശനങ്ങൾ എപ്പോഴും ആശയപരമായിരിക്കേണ്ടതാണ്. ചെയ്യുന്ന കാര്യങ്ങളിൽ തെറ്റും കുറവുകളും എടുത്തു കാട്ടിയെങ്കിൽ മാത്രമേ അടുത്ത ഘട്ടത്തിലേക്ക് നന്മയിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ എന്ന കാര്യം ഈ കാലഘട്ടത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് സഭയെക്കുറിച്ച് വിമർശനങ്ങൾ കേൾക്കുമ്പം
ആകുലപ്പെടേണ്ട കാര്യമില്ല. സഭ വിമർശിക്കപ്പെടേണ്ടത് തന്നെയാണ്. കാരണം സഭ പാപികളുടെ സങ്കേതം കൂടിയാണ്. സഭയെല്ലാം വിശുദ്ധന്മാരല്ല. കർത്താവിൻ്റെ സഭ പരിശുദ്ധമാണെന്ന് പറയുന്നത് മനുഷ്യൻ്റെ പരിശുദ്ധിയല്ല. പരിശുദ്ധിയായ സഭ എന്നൊക്കെ പറയുമ്പോൾ ആരുടെ പരിശുദ്ധിയാണ്? ഈശോ മിശിഹായുടെ പരിശുദ്ധിയാണ്. ത്രിത്വ ദൈവത്തിൻ്റെ പരിശുദ്ധിയാണ്. ഇപ്പോൾ ചില ടൈറ്റുകളിൽ പോലും ഹോളി ഫാദർ എന്നൊക്കെ പറയുമ്പോൾ ആ വ്യക്തിയുടെ പരിശുദ്ധിയല്ല, അത് ദൈവം നിശ്ചയിച്ച ആ സ്ഥാനത്തിൻ്റെ പരിശുദ്ധിയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവും പരിശുദ്ധിയും ഒക്കെ ദൈവത്തിൻ്റെതാണ്, മനുഷ്യൻ്റേതല്ല. മനുഷ്യൻ്റെ ഭാഗത്തുനിന്ന് മനുഷ്യൻ പാപിയാം, ആരായാലും പാപിയാം. ആ പാപിയുടെ ഭാഗത്തു നിന്ന് പാപപങ്കിലമായിട്ടുള്ള പ്രവർത്തികൾ ഉണ്ടാകാനിടയും. അങ്ങനെ വരുമ്പോൾ തിരുത്താൻ തയ്യാറാകണം. അതാണ് വിനയം എന്ന് പറയുന്നത്, അനുതാപം എന്ന് പറയും. അങ്ങനെയുള്ള സാധനം നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. ഇസ്രായേലിലേക്ക് നമ്മൾ തിരികെ ഇപ്പോൾ ഈ രാജാക്കന്മാരെയൊക്കെ ഉണ്ട്, അബിയായും അതുപോലെ തന്നെ ആസായും. നേരെ ഇസ്രായേലിലേക്ക് തിരിഞ്ഞ് നോക്കുകയും 6 രാജാക്കൾ, ഈ കാലഘട്ടത്തിൽ തന്നെ 6 രാജാക്കന്മാർ പെട്ടെന്ന് നടന്നുപോയി. നമുക്കറിയാം, അവിടെ ചോദിക്കാനും പറയാനും ആളില്ല. ഒരു ഹൈക്കമാൻഡിൽ നിന്ന് വിട്ടുപോയ ഒരു സമൂഹമാണ്. ഇവിടെ ചോദിക്കാനും പറയാനുമായിട്ട് ദാവീദിൻ്റെ പാരമ്പര്യം കിടപ്പുണ്ട്. ആ ദാവീദിൻ്റെ വംശത്തിൻ്റെ ആ പ്രബോധനം കിടപ്പുണ്ട്. ആ ജീവിക്കുന്ന പാരമ്പര്യം അവരെ നിയന്ത്രിക്കും. അതോട് ബന്ധപ്പെട്ട് ജെറൂസലേം ദേവാലയം അതിന് വഴികാട്ടി കാണിക്കും. ഇവിടെ വടക്കൻ ഇസ്രായേൽ ഇതൊന്നും ഇല്ല. അപ്പോൾ അടിസ്ഥാനത്തിൻ്റെ വേരറ്റ് പോയി. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ദാവീദിനെ പോലെ ഒരു വ്യക്തി അവിടെ ഇല്ല. ജെറൂസലേം ദേവാലയം പോലെ ഒരു മധ്യസ്ഥ പ്രാർത്ഥന കേന്ദ്രം, തീർത്ഥാടന കേന്ദ്രമില്ല. അതുകൊണ്ട് തന്നെ പരസ്പര കലഹം കണ്ടമാനം വർദ്ധിക്കുക, വേരില്ലാത്ത രീതിയിൽ ആ വൃക്ഷം നിൽക്കുകയാണ്. ഇപ്പോഴാണ് പെട്ടെന്ന് താഴെ പോകുന്ന അറിയാൻ പാടില്ല. BC 721 ഭൂമുഖത്ത് തന്നെ അപ്രത്യക്ഷമായി. അതുപോലെ തകർന്നുപോയി വടക്കൻ ഇസ്രായേൽ എന്ന് പറയും. അപ്പോൾ ആ ആസായുടെ കാലത്ത് തന്നെ 6 രാജാക്കന്മാർ കടന്നുപോയി. അപ്പോൾ ഭയങ്കരമായ തിന്മ, പലരും വധിക്കപ്പെടുക ചെയ്ത്. അപ്പോൾ ആ വിഗ്രഹാരാധന കൊടികുത്തി അങ്ങ് വാണു, അവിശ്വസ്തയുടെ പരിണിതഫലമായിട്ടും. നമുക്കറിയാം അവിടുത്തെ പ്രത്യേകത എന്താണെന്നറിയോ? 10 ഗോത്രങ്ങളാണ്. സ്വാഭാവികമായിട്ട് ഭിന്നത കൂടും. ഇവിടെ ഒറ്റ ഗോത്രമേ ഉള്ളൂ. ബെഞ്ചമിൻ ഗോത്രം അവിടെ യൂദാ ഗോത്രത്തിൽ ലയിച്ചപ്പോൾ ഒറ്റ ഗോത്രമേ ഉള്ളൂ. ഒന്നിപ്പിച്ച് നിർത്താൻ എളുപ്പമുണ്ട്, പാരമ്പര്യം പിടിച്ച് നിർത്താൻ എളുപ്പമുണ്ട്. പക്ഷേ മറ്റേ 10 ഗോത്രങ്ങളാണ്. അവിടെ തന്നെ അത്രയും കരിസ്മാറ്റിക് ലീഡേഴ്സ് വന്നില്ലെങ്കിൽ ഒന്നിപ്പിച്ച് നിർത്താൻ പറ്റില്ല. പലപ്പോഴും സമൂഹങ്ങളെ ഒന്നിപ്പിച്ച് നിർത്തുന്നത് ആരാണ്? നിയമവും വ്യവസ്ഥതയും ഭരണത്തിൻ്റെ ശക്തി അധികാരമൊന്നുമല്ല. ഒന്നിപ്പിച്ച് നിർത്തുന്ന പലപ്പോഴും കരിസ്മാറ്റിക് ലീഡേഴ്സാണ്. കാരണം ദൈവകൃപ ഉൾക്കൊണ്ട് ഇതിൻ്റെ മുൻപോട്ട് നയിക്കുന്ന ആൾക്കാരുണ്ടാകുമ്പോഴാണ് ഒന്നിപ്പ് വരുന്നത്. അതില്ലാത്ത ആൾക്കാർ വരുമ്പോഴാണ് ഭിന്നത ഉണ്ടാകും. ആരെയും അടക്കി ഭരിക്കാനോ കീഴ്പ്പെടുത്താനോ പറ്റുകയില്ല. അതേസമയത്ത് ദൈവകൃപയിലാണ് ഒരു വ്യക്തി മുമ്പോട്ട് നീങ്ങുന്നത് കാണുമ്പോൾ സ്വാഭാവികമായും ദൈവം ഇടപെട്ട് ഭിന്നതകളെ മാറ്റി ഒന്നിപ്പിക്കലേക്ക് കൊണ്ടുവരും. അതുകൊണ്ട് വടക്കുള്ള 10 ഗോത്രങ്ങൾ അവിടെ ഒരു രാജവംശത്തെ ആരും അംഗീകരിക്കില്ല. ഇവിടെ ദാവീദിൻ്റെ രാജവംശത്തെ അംഗീകരിക്കും. ഇവിടെ അങ്ങനെ ആരും പ്രത്യേകിച്ച് അംഗീകരിക്കില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ജെറോബോവാം കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ പുത്രൻ രാജാവാന്നു ആളുകൾ ശക്തമായിട്ട് എതിർത്തു. അപ്പോൾ പുത്രനെ പറ്റിയില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് ആഭ്യന്തര കലാപമുണ്ടായി. അപ്പോൾ പാഷാൻ്റെ പുത്രനും ഏലായി അവരെ വധിച്ചു, കൊന്നുകളഞ്ഞു. അത് പിന്നീട് വന്ന ഒരാൾ സിമ്രിയ, അത് 7 ദിവസമേ ഭരിച്ചുള്ളൂ. 7 ദിവസം കൊണ്ട് അത് ഭരിക്കും. നോക്കി അവിടെ ഒരു പിടിച്ചു നിർത്താനായിട്ട് യാതൊന്നുമില്ലാത്ത രീതിയിലേക്ക് വടക്കൻ അധപ്പതിക്കുന്നത് കാണുന്നത്. പിന്നെ വരുന്ന ഓമ്രി എന്ന് പറയുന്ന ആളത് തിപ്നി എന്ന് പറയുന്ന ആൾ യുദ്ധത്തിൽ ഏർപ്പെട്ട് ഒരു ദീർഘകാല ഭരണത്തിലേക്ക് വരിക. ഓമ്രിയുടെ രാജവംശം കടന്നു വരുന്നു. അതിനിടയിൽ നാദാബ് എന്ന് പറയുന്ന വ്യക്തി ജെറോബോവാമിൻ്റെ ഒരു പുത്രൻ 2 വർഷം ഭരിച്ചു. അപ്പോൾ നാദാബിനെ വധിക്കാനുണ്ടായി. അപ്പോൾ ദാൻ ഗോത്രത്തിൽപ്പെട്ട നഗരം ഗിബത്തോൻ എന്ന് പറയുന്ന ആ ഒരു സ്ഥലം വീണ്ടെടുക്കുന്ന ആ വേളയിലാണ് അദ്ദേഹം സൈന്യാധിപൻ തന്നെ നാദാബിനെ വധിക്കാനായിട്ട് ഇടയായി. 24 വർഷം പിന്നീട് ഭാഷ ഭരിക്കാനായിട്ടിടയായി. നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം ഇതാണ്. അതായത് വളരെ അടിസ്ഥാന പ്രബോധന പാരമ്പര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒന്നിപ്പിച്ച് നിൽക്കാൻ പറ്റുകയുള്ളൂ. സഭയെ നോക്കി, കത്തോലിക്ക സഭയിലേക്ക് എന്താ ഇങ്ങനെ 140 കോടി ജനങ്ങൾ ഇങ്ങനെ എത്രയും പ്രതിബന്ധങ്ങളും എത്രയും വ്യത്യസ്ത ആശയങ്ങളും എന്തുമാത്രം മൂവ്മെൻറ്റുകളും എല്ലാ കരിസ്മകളും ഒക്കെ ഉണ്ടായിട്ടും അവർ പരിശുദ്ധ പിതാവിന് കീഴിൽ ഒന്നിച്ച് നിൽക്കുന്നത് കണ്ടില്ലേ? എന്തുകൊണ്ടാണ്? ശ്ലൈഹിക പാരമ്പര്യം എന്ന് പറയുന്ന അതിശക്തമായ ആ തൂണിന്മേലാണ് അത് നിലനിൽക്കുന്നത്. നിങ്ങൾ പണിയപ്പെട്ടിരിക്കുന്ന അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാണ് അടിസ്ഥാനം മേലാണ്, ഈശോ മിശിഹ മൂലക്കല്ല. അപ്പോൾ അടിസ്ഥാനം ഉറപ്പിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. മറ്റു കാലത്തേക്ക് തിരുമണം കാണുന്നത് 10,000 ലക്ഷക്കണക്കിന് വലിയ ഭയങ്കര വിഭാഗങ്ങളും ഉപവിഭാഗങ്ങളും ഒക്കെ ആയിട്ട് പിരിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നതായിട്ട് കാണാം. എല്ലാവരും പ്രഘോഷിക്കുന്നത് യേശുവിനെ തന്നെയാണ്. പക്ഷേ അവിടെ ഒരുമയുണ്ടാകുന്നില്ല, ഐക്യമുണ്ടാകുന്നില്ല. ഐക്യമുണ്ടാകണമെങ്കിൽ ആന്തരികമായ പിടിച്ചു നിർത്താൻ പറ്റുന്ന അടിസ്ഥാന പാരമ്പര്യം, ജീവൻ നിൽക്കുന്ന പാരമ്പര്യം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്,
ഞങ്ങൾ വാക്ക് മുഖേനയോ വചനം മുഖേനയോ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള പാരമ്പര്യങ്ങളിൽ ഉറച്ചു നിൽക്കുവിൻ. പലപ്പോഴും ആൾക്കാർ ഇങ്ങനെ പറയുന്ന ഒരു വാക്ക്, പാരമ്പര്യത്തെ പുച്ഛിച്ച് പറയുന്ന സമൂഹത്തെ കാണാം. ഒറ്റ കാര്യത്തിൽ ഞങ്ങൾക്ക് രക്ഷയുള്ളൂ, സോള സ്ക്രിപ്തൂര, അതായത് വിശുദ്ധ ഗ്രന്ഥം മാത്രമേ ഉള്ളൂ, വചനം മാത്രമേ ഉള്ളൂ, മറ്റൊന്നും ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്ന ആൾക്കാരോട് പറയാനുള്ള ഇതാണ്, ഈ വചനം തന്നെ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത് ദൈവിക പാരമ്പര്യത്തിൽ നിന്നാണ്. വചനം രൂപീകരിച്ചു വന്നത് എങ്ങനെയാണ്? ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് മാത്രം എടുത്താൽ മതി. 49 ആദ്യത്തെ രേഖ ന്യൂ ടെസ്റ്റ്മെൻറ്റ് ഉണ്ടാകുന്നതെന്ന് ഓർക്കണം. അതിന് മുമ്പ് ഇല്ല. ഇപ്പോൾ ഈശോ ഉത്ഥാനത്തിന് ശേഷം 49 വരെ പിന്നെ എന്താ അവിടെ ഉണ്ടായിരുന്ന? അടിസ്ഥാനപരമായി വേദപുസ്തകമേ ഇല്ല, ന്യൂ ടെസ്റ്റ്മെൻറ്റേ ഇല്ല. ഇതുപോലെ തന്നെയാണ് ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് രൂപീകരിക്കപ്പെട്ടു വന്ന് BC എന്ന 557 ശേഷമാണ് വേദപുസ്തകം രൂപം കൊണ്ടുവരിക. അതാണ് എസ്രാ നെഹമ്യയുടെ കാലഘട്ടത്തിലാണ് ഈ പഞ്ചഗ്രന്ഥം എന്ന ഗ്രന്ഥം രൂപീകരിച്ച് വരുന്നത്. പിന്നീട് ബാക്കിയെല്ലാം കൂട്ടിച്ചേർന്നു. അതുകൊണ്ട് ഇതൊക്കെ രൂപീകരിച്ച് വരുന്ന കുറേയേറെ കാലങ്ങളെടുത്തു. പിന്നെ എപ്പോൾ അടിസ്ഥാനം നിൽക്കുന്നത് ദൈവം നൽകിയ ദൈവാരാധനയാണ്. നമ്മുടെ വാക്ക് പറഞ്ഞ ലിറ്ററിയാണ് അടിസ്ഥാനപരമായി അവിടുന്ന് രൂപം കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് പുസ്തകം പറഞ്ഞ് ഞങ്ങൾ വാക്ക് മുഖേനയോ വചനം മുഖേനയോ നിങ്ങളെ പഠിപ്പിച്ച പാരമ്പര്യങ്ങൾ ഉറച്ച് നിൽക്കുവിൻ എന്ന. അപ്പോൾ ഇതുപോലൊരു പാരമ്പര്യം അവിടെ ഇല്ലായിരുന്നു, വടക്കൻ ഇസ്രായേൽ ഇല്ലായിരുന്നു. അതുകൊണ്ട് അവർ രാജാക്കന്മാരുടെ കഴിവുള്ളിടത്തോളം ജെറുസലേമിലേക്ക് പോകാതിരിക്കാൻ അവർ ആൾക്കാരെ ഭിത്തി കെട്ടി നിർത്തി, മതിൽ കെട്ടി നിർത്തി. അതിന് ശേഷം അവർക്ക് വേണ്ടത് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ മരത്തിൻ്റെ ചുവട്ടിലും മലയുടെ മുകളിലുമൊക്കെ വിഗ്രഹങ്ങൾ പ്രദർശിക്കുന്ന ആരാധന കേന്ദ്രങ്ങൾ ഉണ്ടാക്കി. അതുപോലെ ജെറുസലേമിലെ വലിയ തിരുനാളുകളുണ്ടല്ലോ, 4 തിരുനാളുകളില്ലേ, വലിയ ഭയങ്കര തിരുനാൾ, പുത്തരി തിരുനാൾ, അല്ലെങ്കിൽ കൂടാര തിരുനാൾ, അല്ലെങ്കിൽ പെസഹാ തിരുനാൾ, പാവപരിഹാര, ഇങ്ങനെയുള്ളതിന് പകരമായിട്ട് ഏതാണ്ട് തത്തുല്യമായ ആഘോഷങ്ങൾ ആഡംബരങ്ങളും അങ്ങോട്ട് സൃഷ്ടിച്ച് വെച്ച് കൊടുത്തു. അത് ആഘോഷ ആഡംബരങ്ങൾക്കൊന്നും ദൈവികത ഉണ്ടായിരുന്നില്ല. അങ്ങേയറ്റം ലൈംഗിക അരാജകത്വം തന്നെ കൊടികുത്തി വാഴുന്ന രീതിയിലുള്ള അനുഷ്ഠാനങ്ങളുണ്ടായി. ഇതൊക്കെയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ സിമ്രി, ഞാൻ പറഞ്ഞതുപോലെ 7 ദിവസം മാത്രം ഭരിച്ച ഒരു രാജാവും, പിന്നീട് ഓമ്രി എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിൻ്റെ തലസ്ഥാനം സമറിയയിലേക്ക് മാറ്റി ആ മല മുഴുവൻ വിലയ്ക്ക് വാങ്ങി. അതായത് അങ്ങനെയാണ് സമറിയ തലസ്ഥാനമായിട്ട് മാറുന്നത്. ഓമ്രി എന്ന് പറഞ്ഞ രാജാവ് അങ്ങോട്ട് മാറിയപ്പോഴാണ്. അപ്പോൾ അദ്ദേഹം ഈ ഷെക്കെമിൽ നിന്ന് 10 കിലോമീറ്ററിന് അകലെയാണ് ഈ സമറിയ എന്ന് പറയുന്നത്. അപ്പോൾ ഓമ്രിയയുടെ മകൻ ആണ് ആഹാബ് എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം വലിയ ആളായിരുന്നു, കോട്ടയൊക്കെ പണിയിപ്പിച്ചു. ടൈർ രാജാവിൻ്റെ മകളായ ജസബേലിനെ കല്യാണം കഴിച്ചു. നോക്കിയേ, ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന രാജാവാണ് ഈ വടക്കൻ ഇസ്രായേലിൻ്റെ അവരുടെ ലൈനിൽ ആഹാബ് രാജാവ്. എന്തുകൊണ്ടാണ് ശ്രദ്ധിക്കപ്പെടുന്നത്? അവിടേക്കാണ് ഏലിയ പ്രവാചകൻ കടന്നു വരുന്നത്. കാരണം എന്താണെന്ന് നമുക്ക് തന്നെ അറിയാം. ജസബേൽ രാജ്ഞി എന്ന് പറയുന്നയാൾ ടൈർ രാജാവിൻ്റെ മകളാണ്. അവൾ ആരാധിച്ചിരുന്ന ചില ദേവതന്മാരുണ്ട്. അവരെക്കുറിച്ചുള്ള ബാൽ ദേവനും നഷേറ ദേവതയും ഒക്കെ, അത് ജസബേൽ ആരാധിച്ചിരുന്ന ആൾക്കാരാണ്. അപ്പോൾ ജസബേൽ എന്ന വാക്കിൻ്റെ അർത്ഥം എവിടെയാണ് ബാൽ എന്നാണ് അതിൻ്റെ അർത്ഥം. ജസബേൽ, ബാൽ. എവിടെയാണ് ബാൽ? ബാൽ തന്നെ വിഗ്രഹമാണ്. അപ്പോൾ പണ്ട് ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ ശക്തമായി പ്രവാചകനെ എതിർത്തിരുന്ന ഒന്നാണ് ബാൽ ആരാധന. എവിടെയാണ് ബാൽ? അതാണ് ജസബേൽ ഇങ്ങനെ കടന്നു വരുന്ന ഘട്ടത്തിലാണ് അത്രയും ശക്തമായ, നമുക്ക് ഏലിയ പ്രവാചകൻ്റെ ഭാഗം കാണുമ്പോൾ മനസ്സിലാവും എത്ര ശക്തമായ നിലയിലാണ് അവരങ്ങോട്ട് ഇടപെട്ടത്. അതായത് യഹോവ ആരാധന തന്നെ നിയമം മൂലം നിരോധിക്കുകയും ആ സമയത്താണ് ഏലിയ കടന്നു വരിക. ആ സമയത്താണ് യഹോഷഫാത്ത് യൂദായെ ഭരിക്കുന്ന സാഹചര്യം. ഏതാണ്ട് 50 വർഷക്കാലത്തോളം ഇങ്ങനെ ഈ ഓമ്രിയുടെ ഈ രാജഭരണം ഇങ്ങനെ അവിടെ ഉണ്ടായി. ഇവിടെ ഈ പറയുന്ന ആബ എന്ന് പറയുന്ന ഈ രാജാവ് ജസബേൽ രാജ്ഞിയും ആഹാബ് രാജാവും ഭരിച്ച കാലഘട്ടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഒരു വിധത്തിൽ പറഞ്ഞാൽ നരകതുല്യമായിട്ടുള്ള ഭരണമുണ്ടായത്. അതായത് സോളമൻ രാജാവിന് തുല്യമായ ഭയങ്കര ആഘോഷം ആഡംബരങ്ങളൊക്കെ ആ കൊട്ടാരത്തിൽ, എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും രാജകൊട്ടാരത്തിൽ, സമ്പത്തും പ്രൗഢിയും ഒക്കെ സോളമന് തുല്യമായിട്ടുണ്ടായി. പക്ഷേ രാജാവ് ദന്തഗോപുരത്തിൽ ജീവിക്കുമ്പോൾ കഠിന ദാരിദ്ര്യത്തിലായിരുന്നു ജനം. അതവർക്കൊരു പ്രശ്നമേ ആയിരുന്നില്ല. അതുകൊണ്ട് വിമോചകനായ ദൈവം യഹോവ എന്ന് പറയുന്ന ആൾ പാവങ്ങളുടെ നിലവിളി കേൾക്കുന്നവനാണ്. കണ്ണുനീരിൽപ്പെട്ട ഒരു കണ്ണുനീര് കാണുന്നവനാണ്. അത് വിമോചിപ്പിക്കാൻ ഇറങ്ങി വരുന്നവനാണ്. അങ്ങനെ ഒരു ദൈവത്തെ അങ്ങ് മാറ്റി നിർത്തി ഇവരുടെ ഇഷ്ടപ്രകാരമുള്ള വിഗ്രഹങ്ങളെ കൊണ്ട് നിർത്തി. ഇതാണ് 2 വ്യത്യാസം വന്നത്. യഹോവയുടെ അടുത്ത് നിൽക്കുകയാണെങ്കിൽ ഈ പാവപ്പെട്ട ജനത്തെ ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റില്ല.
അവർക്ക് വിമോചന വഴികൾ ഒരുക്കി കൊടുക്കാൻ പറ്റില്ല. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം രാജാവ് ഇങ്ങനെ വന്നു കഴിഞ്ഞു, ജനം ആകെപ്പാടെ അതിൻ്റെ ഇടയ്ക്ക് വരൾച്ച, കടുത്ത ക്ഷാമം, പിന്നെ പട്ടിണി, അതിന് കൂടെ കൃഷിനാശം. ഇതുകൊണ്ടൊന്നും രാജാവൊന്നും കുലുങ്ങിയൊന്നുമില്ല. ജനം തന്നെ വ്യക്തിപരമായി കടം കയറി മുടിഞ്ഞ് അവർക്ക് ഭൂമി നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് അടിമകളാക്കി പോകേണ്ടി വന്നു. അപ്പോൾ അതേസമയത്ത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ സമ്പന്നന്മാർ വീണ്ടും സമ്പത്താർജിക്കാൻ കഴിയുള്ളൂ. അതങ്ങനെയാണല്ലോ. ഈ വലിയ ദുരന്തങ്ങൾ വരുമ്പോൾ നാം ശ്രദ്ധിച്ചിട്ടില്ലേ, സമ്പന്നന്മാർ കൂടുതൽ സമ്പത്തുണ്ടാക്കും. ജലപ്രളയമായിരിക്കും, സുനാമി ആയിരിക്കും, മറ്റേതെങ്കിലും തരത്തിലുള്ള പകർച്ച, വലിയ രോഗങ്ങളൊക്കെ ആയിരിക്കും. എന്നല്ല അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചില്ല, ചില വിഭാഗങ്ങൾ അതിസമ്പന്നന്മാരായ തീരാനായിട്ട് ഈ ദുരന്തങ്ങൾ അവർക്ക് സഹായം ചെയ്യും. അപ്പോൾ ഭരണകൂടത്തിൻ്റെ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ ഉച്ചനീചത്വം കണ്ടമാനം അങ്ങ് വളർന്നു. അപ്പോൾ ആ ഘട്ടങ്ങളിലൊക്കെയാണ് ആമോസ് പ്രവാചകനെ പോലെ പ്രവാചകന്മാർ കടന്നു വന്നത്. സാമൂഹ്യ നീതി പ്രവാചകനാണ്, ഗർജിക്കുന്ന സിംഹമാണ് ആമോസ് പ്രവാചകൻ എന്ന് പറഞ്ഞാൽ. നമ്മളതിലേക്ക് പ്രവാചകന്മാർ കടന്നു വരുമ്പോൾ കാണാൻ പറ്റും. അപ്പം അതൊക്കെ വാസ്തവം പറഞ്ഞാൽ ഇന്ന് വളരെ കൃത്യമായിട്ട് നമ്മൾ സംസാരിക്കുന്ന വചനഭാഗങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഉച്ചനീചത്വം വന്നു. പിന്നെ ബാലൻ്റെ അക്ഷയറ, അപ്പം ജസബേലിന് അനുഷ്ഠാനങ്ങളായിരുന്നു പ്രധാനം, ആഘോഷങ്ങളും അനുഷ്ഠാനങ്ങളും. അല്ലാതെ പാവപ്പെട്ടവനെയും വിധവകളെയും ദരിദ്രരെയും പരിപാലിക്കുക എന്നുള്ള അടിസ്ഥാന പ്രമാണമായിരുന്നില്ല. നീ എന്നെ സ്നേഹിക്കുന്നവരെ പരസ്പരം സ്നേഹിക്കാൻ പറഞ്ഞ പ്രമാണം സ്നേഹത്തിൻ്റെ ആയിരുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള അനുഷ്ഠാനങ്ങൾ വലിയ ആഡംബരങ്ങളും വളരെ ഇഷ്ടമായിരുന്നു. ദേവതകൾ അനുഗ്രഹം നൽകുമെന്ന രീതിയിൽ അങ്ങോട്ട് പ്രചരണം നടത്തി. അതിനുവേണ്ടി തന്നെ അതിൻ്റെ ദേവതകൾക്ക് കൊണ്ട് കാഴ്ചകൾ സമർപ്പിക്കണം. അങ്ങനെ ദൈവജന ഇസ്രായേൽ ജനം മുഴുവൻ കാഴ്ചകളുമായിട്ട് ഈ വിഗ്രഹങ്ങൾ അടുത്തേക്ക് പോകുന്നതാണ് കാണുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമാണ് യഹോവ ഉടമ്പടിയുടെ ദൈവമാണ്. നമുക്കറിയാം അതിൻ്റെ അടിസ്ഥാനം എന്താണ്. ഉടമ്പടി ദൈവമാണ്, തന്നെ നമുക്കായിട്ട് വിട്ടുതരുന്ന ദൈവമാണ്. അതുകൊണ്ട് ബാൽ ക്ഷേത്രം പോലെയുള്ള ഒരുപാട് ക്ഷേത്രങ്ങൾ ഇങ്ങനെ ഇവിടെ ഉണ്ടാകാനായിട്ട് ഇടയായി. അതുകൊണ്ട് പക്ഷേ ഇതിനിടയിലും ജനം അത് മുഴുവൻ അംഗീകരിച്ചില്ല. അതിനിടയിലൊക്കെ ഇപ്പോൾ എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ട്. ഏതെല്ലാം തരത്തിൽ ഭരണാധികാരികൾ പോയാലും ശരി, അതിനുള്ളിലൊക്കെ പരിശുദ്ധാത്മ പ്രേരിതരായ വ്യക്തികളൊക്കെ ഉടലെടുക്കും. അത് സംശയമൊന്നുമില്ല. എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എല്ലാം ഞങ്ങൾ കേമന്മാരാണെന്ന് പറഞ്ഞ് അടിച്ചു നിർത്തി എല്ലാവരും ഒതുക്കി ഒറ്റച്ചരലിൽ നിന്ന് കൊണ്ടുപോകാൻ തിന്മയുടെ ശക്തികൾക്ക് പറ്റില്ല, നന്മയുടെ ശക്തിക്ക് പറ്റും. നന്മയാണെങ്കിൽ പരിശുദ്ധാത്മാവ് എല്ലാവരും ഉള്ളിലുള്ളതുകൊണ്ട് നന്മയുണ്ടെന്ന് കഴിഞ്ഞാൽ മനുഷ്യൻ ഉദ്ധിഞ്ഞു നിൽക്കും. പക്ഷേ ഇവിടെ നേരെ തിരിച്ച തിന്മയാണ് എങ്കിൽ അത് തിരിച്ചടി ഉണ്ടാകും. അപ്പം അതുകൊണ്ട് അന്ന് ഇങ്ങനെയുള്ളതിനെ പ്രതിരോധിക്കാനുള്ള പ്രവാചകർ കടന്നു വന്നു സാവധാനത്തിൽ. ആ പ്രവാചകന്മാരെ ഇതിനെയൊക്കെ ഈ അടിഞ്ഞമർത്താൻ പോകുന്നതിനൊക്കെ തിരിച്ചടിക്കാനുള്ള പ്രേരണയായിട്ട് തീർന്നു. അപ്പോൾ ബാലാണ് രാജ്യത്തിന്. അപ്പോൾ ഇവരെന്ത് ചെയ്തു, ഇവരെ കുറേയൊക്കെ ശക്തി ആർജിച്ചിട്ട് അവർ നിയമം ഉണ്ടാക്കി. എന്താ, ബാലാണ് ഈ രാജ്യത്തിന് ദൈവം എന്ന് ഡിക്ലെയർ ചെയ്തു. ആലോചിച്ചു. പണ്ട് ചില ഘട്ടങ്ങളിലൊക്കെ ചില രാജാക്കന്മാർ അങ്ങനെ ചെയ്തിരുന്നതാണ്. ഓൾഡ് ടെസ്റ്റ്മെന്റിലാണ് നമുക്കറിയാം. നെബൂഖദ്നേസർ ഒരിക്കലും എന്താ ചെയ്തത്, അദ്ദേഹത്തെ ദൈവമായിട്ട് ആരാധിക്കണം ആരാണ്ട് വെച്ചു കൊടുത്തു. അതനുസരിച്ച് ഡിക്ലറേഷൻ പുറപ്പെടുവിച്ചു. അത് ആ രാജാവിനെയൊക്കെ ദൈവമായിട്ട് ആരാധിക്കാൻ പറ്റാത്ത ഘട്ടങ്ങളിലൊക്കെയാണ് ദാനിയേൽ പ്രവാചകനൊക്കെ കെട്ടിയായ രീതി ശിക്ഷണത്തിന് വിധേയമാണ്. നമുക്ക് എടുത്ത് പറയേണ്ട, ഇതെല്ലാ കാലവും തുടരുന്ന സംഗതി തന്നെയാണ്. തോമസ് മോർ പോലെയുള്ള വലിയ വിശുദ്ധന്മാരെങ്ങനെ അങ്ങനെ രക്തസാക്ഷ്യത്തിന് ഇരയായെന്ന കാര്യം നമുക്കറിയാം. ഇപ്പം എന്തായാലും ശരി, ആരാധന നിർബന്ധമാക്കി, ബാൽ ആരാധന നിർബന്ധമാക്കി. ആലോചിച്ച് നോക്കിയേ. അപ്പോൾ എന്ത് സംഭവിക്കുന്നത്, യാവേ ആരാധന അങ്ങ് ശിക്ഷാർഹമാക്കി. യഹോവയെ ആരാധിക്കുന്നു എന്ന് പറയുന്നവൻ മരണശിക്ഷയ്ക്ക് അർഹനായിട്ട് മാറുന്നു. എന്തൊരു തലതിരിവാന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ അങ്ങനെ ഉണ്ടാകാം ഓരോ ഘട്ടങ്ങളിലൊക്കെ. അപ്പോൾ ആ സഹിക്കുന്ന ആൾക്കാർ എന്തുമാത്രം പേരാണ് സഹിക്കുന്നത്, എന്തുമാത്രം എൻ്റെ വധശിക്ഷയ്ക്ക് വിധേയനായത്. അവിടെയല്ല ഏലിയ പ്രവാചകൻ ദൈവത്തോട് ചെന്ന് പെണ്ണ് കഷ്ടപ്പെട്ട് കരഞ്ഞു പോയി പറയരുത്, നിനക്ക് വേണ്ടി ആരും എല്ലാവരും അവർ കൊന്നു, ഇനി ഞാൻ മാത്രമേ ഉള്ളൂ. ദൈവം പറയുമ്പം മണ്ടൻ, അങ്ങനെയൊന്നും നീ പറയണ്ട. ബാലിൻ്റെ മുമ്പിൽ മുട്ടുനടക്കാത്ത 7000 പേരെ ഞാൻ അവശേഷിപ്പിച്ചിട്ടുണ്ട്, നിന്നെ ഏൽപ്പിച്ച ജോലി നീ അങ്ങ് ചെയ്യുക എന്ന് പറഞ്ഞ് ശക്തിപ്പെടുത്തുന്ന നാം കാണുന്നില്ലേ. അപ്പം അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാകുന്നു. അപ്പം വിശ്വാസത്യാഗം പൊതുവിൽ ഇങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാകും. നിയമം വന്നു കഴിഞ്ഞാൽ വിശ്വാസത്യാഗം ഉണ്ടാകും. അപ്പോൾ ശമ്പളം പറ്റുന്ന പ്രവാചകന്മാരും പുരോഹിതന്മാരുമായിട്ട് മാറിയവരും, ശമ്പളം പറ്റുന്നവരും, ജെസബേൽ രാജ്ഞിയുടെ ശമ്പളം പറ്റുന്നു, ശമ്പളത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന പ്രവാചകന്മാർ. അപ്പോൾ രാജാവിനും രാജ്ഞിക്കും എതിരായിട്ട് പറയാൻ പറ്റില്ലല്ലോ, ആ പ്രവാചകന്മാർ പ്രവചിക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഘട്ടങ്ങളിലാണ് ഏലിയ പ്രവാചകൻ അത് ആ വിശ്വസ്തതയുടെ ആ പാരമ്പര്യം. ആരാ, നാസിർ വ്രതക്കാരന് അദ്ദേഹം നമുക്കറിയാൻ എടുത്ത് പറയുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനെ പുറപ്പെട്ടിട്ട് യഹോവ ആയിട്ടുള്ള
ആ ഒരു ബന്ധത്തെ ഒരു സന്ധിയില്ലാ സമരത്തിലേക്ക് ഏലിയ പ്രവാചകൻ പോകുന്നത് നമുക്ക് കാണുന്നു. അവിടെയെല്ലാം അനീതി താവളമായ രാജകൊട്ടാരത്തിനെതിരെ അദ്ദേഹം ശബ്ദിക്കുന്നു. അനീതി അതാണ് അതിൻ്റെ താവളമായിട്ട് മാറി രാജകൊട്ടാരം. മാത്രമല്ല വിഗ്രഹാരാധനയുടെ ആരാധനയുടെ സ്ഥലമായിട്ട് മാറി ആരാധനാലയങ്ങൾ. മാത്രമല്ല നിഷ്കളങ്ക രക്തം തലം കെട്ടി നിൽക്കുന്ന മുന്തിരിത്തോപ്പുകളായി മാറി മനുഷ്യൻ്റെ നില സ്ഥലങ്ങളിലൊക്കെ. നാബോത്തിൻ്റെ കഥ നമുക്ക് തന്നെ അറിയാം. യഥോബേരാജ്ഞിയുടെ ഉൾപ്രേരണ കൊണ്ടാണ് ഈ രാജാവ് നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം തട്ടിയെടുക്കാൻ വേണ്ടി അദ്ദേഹത്തെ വധിക്കുന്ന, അതായത് വളരെ കൃത്രിമമായ ട്രിബ്യൂണൽ നടത്തിയിട്ട് കള്ളസാക്ഷികളെ കൊണ്ട് കള്ളസാക്ഷ്യം പറയിപ്പിച്ച് നാബോത്തിനെ വധിക്കുന്ന സംഭവം കൊണ്ടാണ് ഈ കാലഘട്ടങ്ങളാണ്. അപ്പോൾ ഏലിയയുടെ പിൻഗാമിയായിട്ട് എലീഷ കടന്നു വരും. നമ്മൾ ഈ കാലം ചിന്തിച്ച് പോകുമ്പോൾ നമ്മുടെ മനസ്സെപ്പോഴും വരേണ്ടത് ദൈവത്തിൻ്റെ ഇടപെടലും അതിനോട് വിശ്വസ്തതയും. അവിശ്വസ്തമായി പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് തകർച്ച നേരിടുന്നു ഉള്ള കാര്യമാണ്. പക്ഷേ രക്ഷയുടെ സന്ദേശം അവിശുദ്ധന്മാർ ഇവിടെ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന യഹോവ മാത്രമാണ് ദൈവം. വെളിപാട് അതിൻ്റെ ദൈവം തന്നെയാണ് ദൈവം. ഈയിടെയൊക്കെ ഒരുപാട് ചർച്ചകളൊക്കെ ആണ് അവസരങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടു. അതായത് ഈ ക്രൈസ്തവർ അവർ ഞങ്ങളെല്ലാം അംഗീകരിക്കുന്നുണ്ട്, അവർ ദൈവത്തെ അംഗീകരിക്കുന്നുണ്ട്, യേശുവിനെ ദൈവമായിട്ട് അംഗീകരിക്കും, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷേ ഇവർക്ക് കൃഷ്ണനെ ദൈവമായിട്ട് അംഗീകരിക്കാൻ പറ്റുമോ? ഇവർ ദേവാലയങ്ങൾ ആരാധനയിൽ കൃഷ്ണനെ വെച്ച് ആരാധിക്കാൻ സ്തുതിക്കാൻ പറ്റുമോ? അതവർക്ക് പറ്റിയില്ല. അങ്ങനെ വരുമ്പോൾ അവർ പോകുന്ന പോക്ക് ശരിയല്ലെന്ന് പറയാണ്ട് കുറ്റപ്പെടുന്നത് നമുക്ക് കേട്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് അവരോട് അനുകമ്പയെ വേണ്ടതുള്ളൂ. കാരണം ഇത് മതം വെളിപാടിൻ്റെ മതമാണ്. ഇത് ദൈവിക വെളിപാടിൻ്റെ മക്കളാണ്. പ്രകൃതിയിൽ നിന്നുണ്ടായിട്ടുള്ള ഉത്തേജനത്തിൽ നിന്നുണ്ടായിട്ടുള്ള മതമല്ല, അത് ദൈവിക വെളിപാടിൻ്റെതാണ്. ആ വെളിപാടിൻ്റെ തായിയായ ഭാവമാണ് ഒരേ ഒരു ദൈവം. ഒരേ ഒരു ദൈവമേ ഉള്ളൂ. ഈ ദൈവമല്ല മറ്റു ദൈവം നിനക്ക് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഏകദൈവം എന്ന് പറയുന്നത് വെളിപ്പെടുത്തപ്പെട്ട ദൈവമാണ്. അപ്പോൾ അതുകൊണ്ട് മറ്റൊരു ദൈവത്തെ ഒന്നും പണ്ട് ക്രൈസ്തവ ആരാധന കേന്ദ്രം വെച്ച് ആരാധിക്കാൻ പറ്റില്ല. അതിന് പിണങ്ങിയിട്ട് കാര്യമൊന്നുമില്ല. അത് പറ്റില്ല, നടക്കില്ല. അതുകൊണ്ട് മറ്റെല്ലാം തെറ്റാണെന്ന് ആരും പറഞ്ഞു പിടിപ്പിക്കുന്നില്ല. അവർക്ക് അവരുടെ മനസ്സാക്ഷി എന്ത് ചെയ്യട്ടെ. പക്ഷേ ഇതിങ്ങനെ തന്നെയാണ്. ആ ഒരു കാര്യത്തെ സംബന്ധിച്ച് സംശയം ചിലപ്പോൾ നമ്മുടെ പിള്ളേർ പോലും ചിലപ്പോൾ അങ്ങനെ ചിന്തിക്കാനിടയും. അവരെല്ലാം അംഗീകരിക്കണം. പല പ്രസംഗങ്ങളും അങ്ങനെ കേൾക്കാറുണ്ടല്ലോ. അതിശക്തമായ രീതി നമുക്കെതിരെ പ്രസംഗിക്കുന്നത് കൊണ്ടുവരുന്ന ഒരു ആശയം ഇതാ: ക്രൈസ്തവർക്ക് മറ്റാരുടെയും ആരാധന അംഗീകരിക്കാൻ പറ്റില്ല. ക്രൈസ്തവർക്ക് കൃഷ്ണനെ ദൈവമായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല, വിഷ്ണുവിനെ അംഗീകരിക്കാൻ പറ്റില്ല, ശിവനെ അംഗീകരിക്കാൻ പറ്റില്ല. അതേസമയത്ത് ക്രിസ്തുവിനെ എല്ലാവരും അംഗീകരിക്കണം. ക്രിസ്തുവിനെ എല്ലാം അംഗീകരിക്കണം നമ്മളാരും പറയുന്നില്ല. പക്ഷേ ക്രിസ്തു അറിയാൻ അംഗീകരിക്കപ്പെടുകയാണ്. അതാണ് കർത്താവിന് പ്രത്യേകത. ആരും നിർബന്ധിച്ച് നടക്കുന്നതല്ല. ഹമാസിൻ ഭീകരൻ്റെ മകൾ കർത്താവിലേക്ക് തിരിഞ്ഞു കണ്ടില്ല. അതിൽ എന്തെല്ലാം അത്ഭുതകരമായ രീതി അടയാളങ്ങൾ കർത്താവ് കാണിക്കും. അതാരും കൊണ്ടുപോയി വേദപാഠം പഠിപ്പിച്ചതൊന്നുമല്ല, നിർബന്ധിച്ചതുമല്ല. കാരണം അത് ദൈവത്തിൻ്റെ പുത്രനാണ്, വെളിപാടിൻ്റെ ആളാണ്, ഉടയവനാണ്, ദൈവത്തിൻ്റെ പുത്രനാണ്. അപ്പം അവിടെയൊന്നും ആരൊന്നും പ്രത്യേകിച്ചൊന്നും എടുത്തു കാട്ടി നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത് കർത്താവിനെ നമ്മൾ പ്രഘോഷിച്ചില്ല എങ്കിൽ കർത്താവിന് നിലനിൽക്കില്ലെന്നാണ്. തെറ്റാണ്. നമ്മളെ പ്രഘോഷിക്കുക എന്നുള്ളത് നമ്മുടെ ആത്മാവിൻ്റെ നിലനിൽപ്പിന്, നമ്മുടെ രക്ഷയുടെ അനുഭവത്തിൻ്റെ ഭാഗമാണ്. അല്ല ദൈവത്തിന് പ്രത്യേക കൂടുതൽ കുറവൊന്നും ഉണ്ടാകുന്നില്ല. ഈശോ മിശിഹായ്ക്ക് ഒരു കുറവും ഉണ്ടാകുന്നില്ല. ഈശോ മിശിഹായുടെ കൽപ്പന അനുസരിക്കുക എന്നുള്ളത് നമ്മൾ മഹത്വീകരിക്കുന്ന വഴിയാണ്. അത് നമ്മുടെ കാര്യമാണ്. അത് മഹത്വീകരിക്കപ്പെടാനുള്ള വഴിയിൽ നമ്മൾ പോകുമ്പോൾ ഈശോ മിശിഹായെ നമ്മൾ പ്രഘോഷിക്കും. അവനും സത്യദൈവമാണ്, ഏകദൈവമാണ്, ദൈവത്തിൻ്റെ പുത്രനാണ്. ആ നാമത്തിലുള്ള മറ്റു രക്ഷയില്ല. ആകാശത്തിന് കീഴിലെ മനുഷ്യനിടയിൽ യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമം വയ്ക്കപ്പെട്ടിട്ടില്ല എന്ന കാര്യം പരമസത്യമാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. അത് പറഞ്ഞുകൊണ്ട് പിണങ്ങിയാലെന്താ പ്രയോജനം? പിണങ്ങേണ്ടെന്ന കാര്യമൊന്നുമില്ല. അത് അംഗീകരിക്കുന്നത് അംഗീകരിച്ചാൽ മതി. പക്ഷേ സഭ ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. സഭ ആരോടും എതിർപ്പും കാണിക്കൊണ്ടല്ല, സഭയുടെ സത്യം സഭ വിളിച്ചു പറയണ്ടേ, അത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. അതെല്ലാ കാലത്തും നടന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇങ്ങനെ ഈ രീതിയിലൊക്കെ ക്രൈസ്തവരും മറ്റ് ആരാധനാലയങ്ങളെ ക്രൈസ്തവർ അംഗീകരിക്കുന്നുണ്ട്. ക്രൈസ്തവ ആരാധന ആ തലങ്ങളിൽ ഇവരെയൊക്കെ വെച്ച് പൂജിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. അങ്ങനെ യഹോവ മാത്രം ദൈവം എന്ന നിലയിലേക്ക് ഏലി പ്രവാചകൻ അവരെ കൊണ്ടുവരുന്ന ഭാഗം പിന്നീട് നമ്മൾ കാണുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അത് നീതിയുടെയും കരുണയുടെയും ശക്തിയുടെയും ദൈവമാണ്. അതാണ് ഈ ദൈവത്തിൻ്റെ പ്രത്യേകത. അവിടെ നാം പിന്നീട് നമ്മൾ കാണുന്നു 8 അധ്യായങ്ങളോളം ഏലിയ പ്രവാചകനെക്കുറിച്ച് വരുന്നുണ്ട്. ഏലിയ ആരാണ് ദൈവം എന്ന കാര്യം വെളിപ്പെടുത്തുന്നുണ്ട് കാർമൽ മലയിൽ വെച്ചും. പിന്നെ ആ പുതിയൊരു ദൈവാനുഭവത്തിന് പ്രത്യേക എടുത്ത് കാണിക്കുന്നുണ്ട്. കർത്താവിൻ്റെ വിജയം എന്ന് പറയുന്ന ജീവിതത്തിൻ്റെ വിജയം എന്ന് കർത്താവിൻ്റെ ദാനമാണെന്ന് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. തന്നെയല്ല, നിഷ്കളങ്ക രക്തം വീണാൽ അത് നിലവിളിക്കും ദൈവസന്നിധിയിൽ എന്ന പാഠം പഠിപ്പിക്കുന്നുണ്ട്. കൂടാതെ
നട്ടെല്ല് നഷ്ടപ്പെടാത്ത പ്രവാചക ദൗത്യത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മളെ എടുത്ത് കാണിക്കുന്നുണ്ട്. മാത്രവുമല്ല, യഹോഷഫാത്ത് എന്ന് പറയുന്ന രാജാവ്, യൂദയെ ഭരിക്കുന്ന രാജാവിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് അഗ്നിയുടെ പ്രവാചകൻ, അഗ്നി പ്രവാചകൻ ഏലിയയെക്കുറിച്ച് നമുക്കറിയാം. ഏലിയയിലേക്ക് വരുമ്പോഴത്തേക്കും ഒരുപാട് പറയാനുണ്ട്. നമ്മളിവിടെ ഇപ്പോൾ സമാപിപ്പിക്കുകയാണ്. ഇപ്പോൾ എങ്ങാം മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താ? സൊളമൻ രാജാവ് കഴിഞ്ഞു, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ മക്കൾ റഹബോവാം വരുന്നു, പിന്നെ അബിയ വരുന്നു, പിന്നെ ആസ വരുന്നു. അതേ സമയത്ത് യെറോബോവാമിൻ്റെ കാലഘട്ടത്തിൽ വരുന്ന അവിടുത്തെ രാജാക്കന്മാർ വന്നതിൽ ഏറ്റവും പ്രമുഖനായ ആൾ ആഹാബ് രാജാവ്. ആഹാബ് രാജാവിന് ജെസബേലിൻ്റെ കാലഘട്ടത്തിലാണ് ഏറ്റവും വലിയ സംഭവങ്ങൾ നടക്കുന്നത്. ഏലിയ പ്രവാചകൻ കടന്നു വരുന്നത്. പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ ഭാഗമൊക്കെ വായിക്കുമ്പോൾ, ധ്യാനാത്മകം വായിക്കുമ്പോൾ ഒത്തിരി ഉൾക്കാഴ്ച നമുക്ക് ലഭിക്കും. കാരണം ഇന്നത്തെ കാലഘട്ടങ്ങൾക്കൊക്കെ അർത്ഥം പകർന്നാണ് ഈ ഭാഗങ്ങളെന്ന് മനസ്സിലാക്കി. കർത്താവെ, ഈ തിരുവെഴുത്തുകളുടെ അർത്ഥം ഗ്രഹിക്കാൻ ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വചനഭാവം എടുക്കുവാനും വായിക്കുവാനും ധ്യാനിക്കുവാനും ഇടയാകട്ടെ. കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും വിശുദ്ധാത്മാവിന്റെ സഹവാസം നമ്മളെല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.